ഇന്ത്യ ഇപ്പോൾ പാകിസ്ഥാനെതിരെ പുറത്തെടുക്കുന്ന ചില ഒരു തന്ത്രങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം ആക്രമണ തന്ത്രങ്ങളാണ്. ആ ആക്രമണ തന്ത്രങ്ങളിൽ ഇന്ത്യ പ്രധാനമായും പാകിസ്ഥാനെ ഏത് രീതിയിലാണ് ഒന്ന് തളർത്തിയതെന്ന് നമുക്കൊക്കെ അറിയാം. എന്റെ ചോദ്യം പ്രശാന്ത് സാർ, ഇസ്രയേലിനെ എന്താ പറയാ, ഇസ്രയേലിന്റെ ഒരു പാത പിന്തുടരുകയാണോ ഇന്ത്യ പാകിസ്ഥാനെതിരായ ചില കാര്യങ്ങളിൽ ചെയ്യുന്നത്? പ്രതിരോധ മേഖലയിൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു രാജ്യം തന്നെയാണ് ഇസ്രായേൽ. അത് കഴിഞ്ഞിട്ട് റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വരുന്നുള്ളൂ. റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ആയുധങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് കൂടുതലായിട്ട്. അപ്പം ഈ ഒരു യുദ്ധം എന്ന് പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ആയുധങ്ങളും അല്ലെങ്കിൽ അത് കൈകാര്യം ചെയ്യുന്ന പട്ടാളക്കാർക്കും അപ്പുറം യുദ്ധം എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിനെ ആ യുദ്ധം വിജയിക്കുന്നതിന് വലിയൊരു കാര്യമാണ്. അതായത് നമ്മൾ പറയാറില്ലേ, പണ്ട് തൊട്ടേ നമ്മൾ പറയാറ് യുദ്ധതന്ത്രത്തിനകത്ത് ഒരുപക്ഷെ നമ്മൾ കഴിഞ്ഞ ഒരു 4 ദിവസം കൊണ്ട് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തെ ഏകദേശം തവിട് പൊടി ആക്കുന്ന ഒരു യുദ്ധം നടത്തുവാൻ സാധിച്ചതിന്റെ പിറകിൽ ഇസ്രായേലിന്റെ കൈ ഉണ്ട്, അല്ലെങ്കിൽ ഇസ്രായേലിന്റെ കൃത്യമായ മോണിറ്ററിങ് അല്ലെങ്കിൽ മാർഗനിർദ്ദേശം ഉണ്ട് എന്ന് നമുക്ക് പുറകോട്ട് പരിശോധിക്കുമ്പോൾ മനസ്സിലാവും. അതായത് ഇസ്രായേൽ എന്ന രാജ്യം ഉണ്ടായ അന്ന് തൊട്ട് യുദ്ധത്തിലാണ്. അവർ യുദ്ധം 4 വഴിക്കും നോക്കി നിന്നാൽ മാത്രം രക്ഷപ്പെട്ടു പോകാൻ കഴിയുന്ന രീതിയിലേക്ക് ശത്രുക്കളുള്ള ഒരു രാജ്യമാണ് ഇസ്രായേൽ. അപ്പൊ ഇപ്പോഴും യുദ്ധം നമുക്കറിയാം, എന്നും ഒരു യുദ്ധത്തെ എന്നും പ്രതീക്ഷിച്ച് ഇരിക്കുന്നു, എന്നും യുദ്ധം ചെയ്യുന്നു, അത്തരത്തിലുള്ള രാജ്യം. അപ്പൊ ഇതുവരെ യുദ്ധത്തിൽ പരാജയപ്പെട്ടിട്ടില്ലാത്ത ഒരു രാജ്യം, എന്നാൽ ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യവും ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള രാജ്യവുമാണ് ഇസ്രായേൽ. ഈ രാജ്യത്തെ വളരെ വലിയ പ്രമുഖരായിട്ടുള്ള ലോക രാജ്യങ്ങൾ ഉൾപ്പെടെ ഭയക്കുന്നു. ഇതിനു മുമ്പ് വളരെ പ്രമുഖരായിട്ട് നിന്നിട്ടുള്ള രാജ്യങ്ങൾ യുദ്ധം ചെയ്തിട്ട് പോലും ജയിക്കാൻ പറ്റാതെ ഇരുന്നിട്ടുള്ള രാജ്യവുമാണ് ഇസ്രായേലുമായിട്ട് ജയിക്കാൻ പറ്റിയിട്ടുണ്ട്. പണ്ട് അറബി രാജ്യങ്ങളുടെ ഒരു യുദ്ധം ഉണ്ടായിരുന്നു. എന്നിട്ട് ഈജിപ്ത് ആയിരുന്നു ഏറ്റവും വലിയ ശക്തൻ. അപ്പൊ ഈജിപ്തിന്റെ കൂടെ സൗദി, അങ്ങനെ പ്രമുഖമായിട്ടുള്ള അറബിക് രാജ്യങ്ങൾ, ശക്തരായിട്ടുള്ള രാജ്യങ്ങൾ ഉൾപ്പെടെ എല്ലാവരും കൂടി ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമിക്കും. ഇന്ന് ഇവരൊക്കെ ഇസ്രായേലിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നു, അല്ലെ ഇസ്രായേലിനെ ആക്രമിക്കുമ്പോൾ ഞങ്ങൾ അതിനൊന്നും ഇല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ ആക്രമിച്ചാൽ അവർക്ക് നിലനിൽപ്പില്ലാതെ വരും എന്നുള്ളത് കൊണ്ടാണ്, അല്ല ഇസ്രായേലുമായിട്ടുള്ള സ്നേഹം കൊണ്ടല്ല. ഈ പറയുന്ന ഇന്ത്യയുടെ അടുത്ത് എതിർക്കുന്നില്ല, ഞങ്ങൾ മാറിയിരിക്കുക എന്ന് പറയുന്ന പല ലോക രാജ്യങ്ങളും ഇന്ത്യയോട് ഒരുപക്ഷെ സ്നേഹം ഉണ്ടായിട്ടൊന്നും അല്ല. ഇന്ത്യയോട് എതിർത്താൽ ആ നിലനിൽപ്പില്ലാത്ത ഒരു അവസ്ഥയുണ്ട്, അതുകൊണ്ട് എതിർക്കുന്നില്ല എന്ന് പറയുന്നത് പോലെ തന്നെയായിരുന്നു ഇസ്രായേൽ. അപ്പൊ 67-ലാണ് ആ യുദ്ധം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന യുദ്ധം. അന്ന് ഈജിപ്തിന്റെ ആ യുദ്ധത്തിൽ ഭയങ്കര കൊടുമ്പിരി കൊണ്ട ഈ പ്രധാനപ്പെട്ട അറബിക് രാജ്യങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് ഈ കൊച്ചു രാജ്യത്തെ ആക്രമിക്കാൻ വന്നപ്പോൾ ഒറ്റയ്ക്ക് നേരിട്ട ഇസ്രായേൽ അന്ന് ചെയ്തതെന്ന് പറഞ്ഞാൽ ഇതേപോലെ നമ്മളിപ്പം ബേസുകൾ, ഏതാണ്ട് 13ഓളം ബേസുകൾ തകർത്തതിന്റെ ഫോട്ടോസ് ഉൾപ്പെടെ ഇന്നലെ നമ്മുടെ സൈനിക തലവന്മാർ വാർത്താ സമ്മേളനത്തിൽ കാണിച്ചു. അതായത് ടാർഗറ്റഡ്, അതായത് ഉദ്ദേശിച്ച സ്ഥലങ്ങളാണ് തകർത്തിരിക്കുന്നത്. അതായത് ചലിക്കാൻ പറ്റാത്ത രീതിയിൽ അല്ലെങ്കിൽ വിമാനങ്ങൾ പറപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ റൺവേ ഉൾപ്പെടെ ഉള്ളത് തകർത്തിരിക്കുന്നത് നമ്മൾ കണ്ടതാണ്, നേരിട്ട് കണ്ടതാണ്. അപ്പൊ വളരെ കൃത്യതയോട് കൂടി ചെയ്തിരിക്കുന്നു. അത് ആ കാര്യത്തിൽ ഒരു പക്ഷേ ഇസ്രായേലിനെ മറികടന്നിട്ടുണ്ട് ഈ 4 ദിവസത്തെ ഇന്ത്യയുടെ പ്രയോഗങ്ങൾ വല്ലതും കാണും. അപ്പം അന്ന് ഇസ്രായേൽ ചെയ്തെന്ന് ഈജിപ്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പറയുന്നത് പോലെയുള്ള താവളങ്ങൾ, സൈനിക താവളങ്ങളല്ല, യുദ്ധ ബേസുകൾ തകർത്ത് കളഞ്ഞു. അതായത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധ ബേസുകൾ തകർത്ത്, അവിടെ നിന്ന് യുദ്ധ വിമാനങ്ങൾ തകർത്ത്, അതുപോലെ യുദ്ധക്കോപ്പുകൾ തകർത്ത്, യാതൊരു കാരണവശാലും പൊങ്ങാൻ പറ്റാത്ത രീതിയിലേക്ക് അന്ന് തകർത്ത് കളഞ്ഞതുകൊണ്ടാണ്, ഈജിപ്തിന്റെ തകർത്ത് കളഞ്ഞതുകൊണ്ടാണ് അന്ന് യുദ്ധത്തിൽ ഈ അറബിക് രാജ്യങ്ങൾ പരാജയപ്പെടുന്ന ഒരു അവസ്ഥ. ഇന്നലെ നമ്മുടെ യുദ്ധത്തിനകത്ത് പരിശോധിക്കുമ്പോൾ പ്രധാനപ്പെട്ട നൂർഖാൻ, രഖീമിയ, മുറിൻ എന്ന് പറയുന്ന 3 ബേസുകൾ, പ്രധാനപ്പെട്ട ബേസുകൾ, 3 ബേസുകളാണ് പ്രധാനം. ഇതിനകത്ത് ഈ നൂർഖാൻ എന്ന് പറയുന്ന ഈ താവളം, ആ താവളത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ VVIP താവളമാണ്. അതായത് അവിടെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ അതുപോലുള്ള VIPs എല്ലാം ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോകുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതും, അവിടെ യുദ്ധവിമാനങ്ങൾ ഹോൾഡ് ചെയ്യുന്നതും, യുദ്ധക്കോപ്പുകൾ എല്ലാം ഹോൾഡ് ചെയ്യുന്നതും, യുദ്ധക്കോപ്പുകൾ ഒരുപക്ഷെ എങ്ങോട്ടേലും നീക്കണമെങ്കിൽ ഉപയോഗിക്കുന്നതുമായിട്ടുള്ള ഒരു ബേസ് ആണ്. ഈ ബേസിന്റെ റൺവേ ഉൾപ്പെടെ അഴിച്ചു കളഞ്ഞു. അതുപോലെ ഈ രഖീരിയ, മുറിൻ എന്ന് പറയുന്നിടത്ത് അവിടുന്നാണ് ഈ പറയുന്നത് പോലെ മിസൈലുകൾ തൊടുക്കുന്നത്, ഡ്രോണുകൾ തൊടുക്കുന്നത്, ഈ ബേസുകളും എല്ലാം അടിച്ചു കളഞ്ഞു. അതായത് അതിനുശേഷമാണ് ഈ 4 ദിവസത്തിന് ശേഷം ഡ്രോണുകൾ, ഈ നമുക്കറിയാമല്ലോ 600-ഓളം
ഡ്രോണുകൾ, മിസൈലുകൾ, യുദ്ധവിമാനങ്ങൾ ഒക്കെ വരുമ്പോൾ ഈ വരുന്ന വിമാനം ഉൾപ്പെടെയുള്ള അല്ലെ ഡ്രോണുകളെ ഉൾപ്പെടെ ആ സംവിധാനങ്ങൾ നമ്മുടെ പ്രതിരോധ സംവിധാനം തകർക്കുമ്പോൾ ഇത് തൊടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അല്ലെങ്കിൽ ഇത് തൊടുക്കുന്നത് കൊണ്ടാണല്ലോ വരുന്നത്. അതായത് ആ തൊടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ ഇല്ലാത്ത രീതിയിലേക്ക് അവരുടെ ബേസുകൾ നശിപ്പിച്ചു കഴിഞ്ഞു. അതായത് ഈ മിസൈൽ ലോഞ്ചിങ് പാടുകൾ നശിപ്പിച്ചു കഴിഞ്ഞു. ഡ്രോൺ തൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് യുദ്ധ ബേസ് നമ്മളിലേക്ക് തിരിച്ചു വെച്ചിരുന്ന ഏതാണ്ട് 13ഓളം ഈ യുദ്ധ ബേസുകൾ അല്ലെ ഈ സൈനിക ബേസ് ഉൾപ്പെടെയുള്ളത് നമ്മൾ ആക്രമിച്ചിരുന്നു. അല്ലെങ്കിൽ ഇപ്പം ഈ ആക്രമിച്ചിരുന്നു. അതിന്റെ ഫോട്ടോ ഒക്കെ നമ്മൾ കണ്ടു. അപ്പം ഇതിനകത്ത് ഞാൻ പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഈ യുദ്ധതന്ത്രം അല്ലെങ്കിൽ ഈ രീതിയിലേക്ക് യുദ്ധതന്ത്രത്തിനാണ് പറയുന്നത്. ഈ ഇതിലേക്ക് ഇസ്രായേൽ നമ്മുടെ പ്രതിരോധ സംവിധാനത്തിനകത്ത് അല്ലെങ്കിൽ ഇതുപോലുള്ള ആവശ്യം വരുമ്പോൾ ഏറ്റവും വലിയ വലിപ്പത്തിൽ നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കും. നേരത്തെ അറിയാം ബാലാക്കോട്ട് ഭീകരാക്രമണത്തിനകത്ത് അതിർത്തി കടന്ന ഭീകരരുടെ താവളങ്ങൾ അടിച്ച് അങ്ങ് ബങ്കർ ബ്ലസ്റ്റർ മിസൈലാണ് ഉപയോഗിച്ചത്. അത് ഉപയോഗിക്കുന്നതിന് വേണ്ടി അന്നത് എങ്ങനെ വേണം അതിന്റെ ഓപ്പറേഷൻസിനകത്ത് ആദ്യം തൊട്ട് അവസാനം വരെ അവിടെ നിന്നുള്ള സ്പെഷ്യലിസ്റ്റ് ആൾക്കാർ അല്ലെങ്കിൽ ഇസ്രായേലിന് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പ്രധാനപ്പെട്ട ഒരു യുദ്ധം ഉണ്ടല്ലോ, കാർഗിൽ യുദ്ധ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാണ്. കാർഗിൽ യുദ്ധം എന്ന് പറയുമ്പോൾ ആ യുദ്ധത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മലനിര 4 ഭീകരന്മാരിവിടെ കയറി വന്നു. അന്ന് മലനിര മൊത്തവും അല്ലെങ്കിൽ കാർഗിൽ മലനിരകളുടെ മുകളിൽ മൊത്തവും മാസങ്ങളായിട്ട് ഇന്ത്യ അറിയാതെ ഈ പാകിസ്ഥാന്റെ വളരെ വലിയ വലുപ്പത്തിൽ ആയിരക്കണക്കിന് പട്ടാളക്കാർ അവരുടെ ടെന്റ് അടിച്ച് കിടന്ന്, അതായത് അവരൊരു ബേസ് തന്നെ അവിടെ ഉണ്ടാക്കിയിട്ട് ആ അവസരം വരുമ്പോൾ നമ്മളോട് യുദ്ധം ചെയ്യാൻ നിന്നപ്പോഴാണ് നമ്മുടെ ആട്ടിടയന്മാർ അല്ലെങ്കിൽ നമ്മുടെ കാശ്മീരിലുള്ള അത്തരത്തിലുള്ള കൃഷിക്കാർ ഇതുപോലെ പാകിസ്ഥാൻ പട്ടാളത്തിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് പറയുകയും പരിശോധിച്ചപ്പോൾ വളരെ വലിയ രീതിയിൽ പാകിസ്ഥാൻ അവിടെ പട്ടാളക്കാരെ വിന്യസിച്ചിരിക്കുന്നു, ഇന്ത്യയോട് യുദ്ധം ചെയ്യാൻ സജ്ജമായിരിക്കുന്നു കൊണ്ടാണ് നമ്മൾ പാകിസ്ഥാന് അന്ന് യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചത്. നമ്മൾ ആയിരക്കണക്കിന് പട്ടാളക്കാരൊക്കെ നഷ്ടപ്പെട്ടു. പക്ഷേ നമ്മൾ അന്ന് യുദ്ധം ജയിക്കാൻ നമ്മൾ താഴെ നിന്ന് മേപ്പോട്ട് യുദ്ധം ചെയ്യേണ്ട അവസ്ഥ, അവർ മുകളിൽ നിൽക്കുകയാണ്. ആ യുദ്ധം ചെയ്യാൻ അന്ന് യുദ്ധം ജയിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അന്നും ഇസ്രായേലിന്റെ ഇടപെടലുണ്ടായിരുന്നു. അന്ന് നമ്മളുടെ ഈ പറയുന്നത് പോലെ ഇത്രയും പ്രബലമല്ല ഇന്ത്യ. ആ പ്രബലമല്ലാത്ത ഇന്ത്യയിൽ അവരുടെ യുദ്ധവിമാനങ്ങൾ പൈലറ്റുമാരെ സഹായിക്കുന്നതിനും ഭൂരിപക്ഷ ഇടങ്ങളിലും നമ്മുടെ യുദ്ധവിമാനങ്ങൾ പറപ്പിണ്ടി ഇസ്രായേലിൽ നിന്നുള്ള പൈലറ്റുമാർ വരെ ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ വാർത്ത തന്നെ വരുന്നു. അങ്ങനെ നമ്മൾ ആ യുദ്ധം ജയിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പം ഏതൊരർത്ഥത്തിലും ഇന്ത്യക്ക് ഒരു കുഴപ്പം വരുമ്പോൾ പ്രതിരോധ സംവിധാനത്തിനകത്ത് അല്ലെങ്കിൽ രഹസ്യാന്വേഷണത്തിനകത്ത് കണ്ടെത്തലുകളും അല്ലെങ്കിൽ ഇടപെടലുകളും ഏത് രീതിയിലൊക്കെ യുദ്ധം ചെയ്യണം, ഏത് യുദ്ധോപകരണങ്ങൾ ഉപയോഗിക്കണം എന്നുള്ള രീതിയിലേക്കുള്ള ഡയറക്ഷനും അല്ലെങ്കിൽ പട്ടാളക്കാർക്കും അല്ലെങ്കിൽ ആ രീതിയിലൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിന് ഇസ്രായേൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പാകിനെ വിറപ്പിച്ച, പക്ഷെ പാകിസ്ഥാന് യുദ്ധം ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് സൈനിക താവളം ഉൾപ്പെടെ ബേസുകൾ ഉൾപ്പെടെ ഏറ്റവും അവസാനം ഈ പറയുന്ന ആണവ നിലയത്തിന്റെ വാതിൽ ഉൾപ്പെടെ അടിച്ചു കളയുന്ന രീതിയിലേക്കുള്ള ഒരു യുദ്ധതന്ത്രം ഉണ്ടാക്കുന്നതിന് അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുന്നതിന് വളരെ കൃത്യമായിട്ട് ഇസ്രായേലിന്റെ ഇടപെടലുണ്ട് എന്നുള്ള രീതിയിലേക്കാണ് നമ്മൾക്ക് മനസ്സിലാവുന്നത്. ആ രീതിയിലേക്ക് യുദ്ധം ചെയ്തുകൊണ്ട് കാണാം. ആദ്യം പറഞ്ഞതുപോലെ യുദ്ധം ചെയ്യുന്നതിനോ ആയുധത്തിന്റെ മികവോ ഒന്നുമല്ല യുദ്ധതന്ത്രം. ആ യുദ്ധതന്ത്രം ഇന്ന് ഏറ്റവും കൂടുതലായിട്ടുള്ള രാജ്യങ്ങൾ ഒന്ന് ഇസ്രായേലാണ്. അതിനെ കിടപിടിക്കുന്ന രീതിയിൽ ഒരുപക്ഷെ അതിനെ മറികടന്നോ എന്നുള്ള രീതിയിലേക്കുള്ള ഒരു അല്ലെങ്കിൽ യുദ്ധമാണ് കഴിഞ്ഞ 4 ദിവസമായിട്ട് ലോകം ഉറ്റുനോക്കിയ ഇന്ത്യയുടെ പാകിസ്ഥാനുമായിട്ടുള്ള ആക്രമണം. കാരണം ഒരു രീതിയിലും ഒരു പോറൽ പോലും ഒരായുധം പോലും ഇന്ത്യയുടെ ഭാഗത്ത് വിടാനോ അല്ലെങ്കിൽ ഇടാനോ സാധിക്കാത്ത ഒരു യുദ്ധമായിരുന്നു ഇത്. പക്ഷെ ഉദ്ദേശിച്ചതെല്ലാം സാധിച്ചെടുത്തു. നമ്മൾ നമ്മുടെ അതിർത്തിയിൽ നിന്ന്, കാരണം ബോർഡർ കടക്കാതെ പോലും നമ്മുടെ ലക്ഷ്യസ്ഥാനങ്ങൾ നമ്മൾ ഉദ്ദേശിച്ച അതേ പോയിന്റിൽ തന്നെ നമ്മൾ മിസൈലുകളും ഡ്രോണുകളും അല്ലെങ്കിൽ ബോംബുകളും ഒക്കെ വർഷിച്ചു എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നമ്മൾ ഉദ്ദേശിച്ച ടാർഗറ്റ് എല്ലാം നമ്മൾ അതുപോലെ പൂർത്തീകരിച്ച് പാകിസ്ഥാനെ വിറപ്പിച്ച് ഇനിയും യുദ്ധമില്ലേ എന്ന് അല്ലെങ്കിൽ യുദ്ധം നിർത്തണേ എന്ന് പറയിക്കുന്ന രീതിയിലേക്ക് പോയി. ഈ യുദ്ധതന്ത്രത്തിന്റെ പിറകിൽ 67 യുദ്ധം നോക്കുമ്പോൾ അതേ തന്ത്രം തന്നെയാണ്, അല്ലെങ്കിൽ ഇസ്രായേൽ ഉപയോഗിച്ച അതേ തന്ത്രം തന്നെയാണ് നമ്മളും ഉപയോഗിച്ചത് എന്നാണ് നമ്മൾക്ക് മനസ്സിലാവുന്നത്.
യെസ്, അതാണ് ഇസ്രയേലിന്റെ അതേ യുദ്ധതന്ത്രം തന്നെ ഇന്ത്യ പ്രയോഗിക്കുന്നു. ബേസ്മെന്റുകൾ, അതായത് വ്യോമ സേനകളുടെ ആയാൽ പോലും ബേസ്മെന്റുകൾ ആക്രമിച്ചുകൊണ്ടുള്ള ഒരു നീക്കത്തിനാണ് ഇന്ത്യയും മുതിർന്നത്. ഇസ്രയേലും ഇതേ രീതിയാണ് പിന്തുടരുന്നത്, സേനാബലം നഷ്ടപ്പെടുത്തുക എന്നുള്ള ഒരു രീതി. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.